കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാവുന്നത്? BJPയുടെ കൗൺസിലർമാരെ കാണുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണ്. ഇവിടെ ജയലക്ഷ്മിയുടെ വാർഡിലെ ഒരു വോട്ടറാണ് അദ്ദേഹം. അവിടെ വാർഡിൽ രാത്രി 9:30 മണി, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണല്ലോ, 9:30 മണി വരെയും 10:30 മണി വരെയും 11 മണി വരെയൊക്കെ വീട് കയറുന്നുണ്ട്. ആ വീടുമായിട്ട് പരിചയമില്ലാത്ത ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്ന ആളല്ല ജയലക്ഷ്മി. ആ വീട്ടിൽ നിരന്തരം അവരുടെ വാർഡിൽ തന്നെ ഒരു വീടാണ്, അവിടെ പോകുന്നുണ്ട്. അവിടെ അവർ ഇത്തരത്തിൽ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോകുന്ന സമയത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ ബേജാറാവുന്നത്? BJPയുടെ കൗൺസിലർമാരെ കാണുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയാണോ? പിന്നെ സുനിൽ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ വോട്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്, അവരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ആ പ്രദേശത്ത് ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്, ആ പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ആ പ്രദേശത്തുള്ള വീടുകളിൽ അന്വേഷിച്ചോളൂ. ആ പ്രദേശത്തുള്ള വീടുകളിൽ മുഴുവൻ ഇവർ കയറിയിട്ടില്ലെന്ന് അന്വേഷിച്ചോളൂ നിങ്ങൾ. ഇത് ആ വീട്ടിൽ പോയത് എന്തോ വലിയ ആ വീടിനകത്ത് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഭീകരവാദിയുടെ വീട് എന്നുള്ള തരത്തിലാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അവിടെയുള്ള വീടുകളിൽ മുഴുവൻ BJPയുടെ ആളുകൾ പോയിട്ടുണ്ട്, സമ്പർക്കം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ജനങ്ങളെ വിളിക്കും, അവരെ ഫോൺ ചെയ്യാറുണ്ട്. ഇവിടെ അയാളെ മാത്രമല്ലോ, നിരവധി ആളുകളെ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെയൊക്കെ വലിയൊരു വിഷയമാക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ MP ഇത്തരത്തിൽ ബേജാറാവുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അദ്ദേഹം ബോധപൂർവം ഇവിടെ ഒരു വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥ വാർത്ത, കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അധ്യക്ഷനെതിരെ വരുന്ന വാർത്തയെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് മാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. പലയിടങ്ങളിലും BJP സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ അതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് തന്നെയാണെന്നാണ് ഈ ഇവിടെ 900 ഈ ജില്ലയിലെ പല പഞ്ചായത്തിലും പല വാർഡുകളിലും സ്ഥാനാർത്ഥികളില്ല. അപ്പൊ പാലക്കാട് നഗരസഭയിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് എതിരാളികളില്ല എന്ന് നിങ്ങൾക്ക് സംസ്ഥാനം മൊത്തം പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ആയുധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ചെയ്യാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരുതിയിട്ടില്ല. 2, ഇവിടെ ഈ വാർത്ത കുറേ ദിവസമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്, BJPക്ക് മത്സരിക്കാൻ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയില്ലെന്ന്. ഈ പാലക്കാട് ജില്ലയിലെ താമര ചിഹ്നത്തിൽ BJP നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം കോൺഗ്രസ് പാർട്ടി നിർത്തിയതിനേക്കാളും CPM നിർത്തിയതിനേക്കാളും കൂടുതലാണ്. 2, ഈ കഴിഞ്ഞ 2020-ലെയും 2015-ലെയും 2010-ലെയും എല്ലാം നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കോളൂ. ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിട്ടുള്ളത്. ഇനി BJPക്ക് നിർത്താൻ കഴിയാത്ത വാർഡുകളുമുണ്ട്, പാലക്കാട് ജില്ലയിൽ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് നിർത്താൻ സാധിക്കാത്തത്? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിരായിരി പഞ്ചായത്തിൽ ഉൾപ്പെടെ 24-ാം വാർഡിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ. 24-ാം വാർഡിൽ ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്ത ആളെ പോയി സമ്മർദ്ദത്തിലാക്കുന്ന ആരാണ്? ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് BJPയെ താറടിച്ച് കാട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങൾ പുച്ഛിച്ച് തള്ളുകയാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇത്തവണ BJP നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണമാണ് BJP നിർത്തിയിട്ടുള്ളത്. പുതുനഗരത്തൊക്കെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള പഞ്ചായത്താണ് പുതുനഗരത്ത് ലീഗിനോട് സഹകരിക്കാൻ വേണ്ടിയാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി ഇന്നലെ. അല്ല, സ്വാഭാവികമായിട്ട് അദ്ദേഹം CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാം. കാരണം CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ട ഒരു ചോദ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥി പോലും ഇല്ല. 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥി പോലും ഇല്ല. എന്നിട്ടാണ് അദ്ദേഹം പുതുനഗരത്തെക്കുറിച്ച് പറയുന്നത്. CPM ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അവർക്ക് പറയുന്ന സമയത്ത് അവർ എവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ള ആദ്യം വ്യക്തമാണ്. ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് അവർക്ക് ചിഹ്നത്തിൽ നിർത്താൻ പോലും ആളെ കിട്ടുന്നില്ല. അവർ ആപ്പിള്, സൈക്കിള്, ഈനാമ്പേച്ചി, മരപ്പെട്ടി ഏതൊക്കെ ചിഹ്നത്തിലാണ് നിർത്തുന്നത്? ഈ പാലക്കാട് നഗരസഭയ്ക്കകത്ത് 50-ാം വാർഡിലും 51-ാം വാർഡിലും സ്വതന്ത്രരായിട്ട് മത്സരിക്കാൻ പോലും CPMന് ആളുകളില്ല. 2, പുതുനഗരത്ത് 15 വാർഡിൽ 11 വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 14 വാർഡാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നിർത്തിയതിനേക്കാൾ 2 സ്ഥാനാർത്ഥികളെ ഇത്തവണ BJP കൂടുതൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തുള്ള നിർത്താത്ത 4 വാർഡുകളിൽ നാമനിർദ്ദേശം ചെയ്യാൻ വരുന്ന ആളുകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക? പിന്നെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടിയാണ് BJP. കഴിഞ്ഞ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ
ഓരോ വർഷം കൂടുന്ന സമയത്ത് നിർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ്. നിങ്ങൾ ഡാറ്റ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. ഞാൻ തന്നെ പറയുന്നുണ്ട്, പുതുനഗര പഞ്ചായത്ത്, നിങ്ങൾ ചോദിച്ച പുതുനഗര പഞ്ചായത്തിൽ 2020 നിർത്തിയ സ്ഥാനാർത്ഥികളെക്കാൾ 2 സ്ഥാനാർത്ഥികൾ കൂടുതലാണ് ഇത്തവണ നിർത്തിയിട്ടുള്ളത്. CPM ഇത് പറയുന്ന സമയത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇവിടെ ഡമ്മി സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയ ആളുകളെ പോലും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് നിൽക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് 50-ാം വാർഡിലും 51-ാം വാർഡിലും CPMന് സ്ഥാനാർത്ഥിയില്ല.